തീർച്ചയായും നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ KPCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. വിനീത ബി ജി ഡൽഹിയിൽ നിന്ന് നൽകുന്ന വിവരം. കെ സുധാകരനും ഒപ്പം തന്നെ അടൂർ പ്രകാശിനും സീറ്റ് ഉണ്ടാകില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വിനീത ബിജ് റിപ്പോർട്ട് ചെയ്തത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ആർ ശ്രീജിത്ത് കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, കണ്ണൂരിലും ആറ്റിങ്ങലിലും അടക്കം വിവിധ പോസ്റ്ററുകളൊക്കെ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു വിഭാഗത്തിന് ഇരു നേതാക്കൾ മത്സരിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാകുമല്ലോ ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് തീർച്ചയായിട്ടും നേതൃത്വം എത്തുക. ഇതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ടാകില്ലേ? ഏത് തരത്തിലായിരിക്കും ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട്? വിനിത, എംപിമാർക്ക് സീറ്റില്ല എന്നൊരു പൊതു മാനദണ്ഡം വരുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് നൽകണമെന്ന തരത്തിലുള്ള സമ്മർദ്ദം പാർട്ടിക്കകത്തു നിന്നും ചില സമുദായ സംഘടനകളിൽ നിന്നും ഒക്കെ ശക്തമായി ഉയർന്നു. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ എംപിയായ അടൂർ പ്രകാശിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ശിവഗിരി ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റായ സ്വാമി സച്ചിദാനന്ദയാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം മുറുകിയ ഘട്ടത്തിലാണ് എംപിമാരിൽ ചേർക്കെങ്കിലും ഇളവ് കൊടുക്കണമോ എന്ന തരത്തിലുള്ള ചർച്ച കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമായത്. എപ്പോഴും സാമുദായിക സന്തുലനത്തിനും സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധത്തിനും വില കൽപ്പിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇളവ് നൽകിയേക്കുമെന്ന സൂചനകളും ഒരു ഘട്ടത്തിൽ പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ എംപിമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു പൊതു ധാരണയിലേക്ക് വരുമ്പോൾ പകരം സ്ഥാനാർത്ഥികളെ ആലോചിക്കും. നേരത്തെ തന്നെ പട്ടികയിൽ ഉണ്ടായിരുന്നവർക്ക് അവിടങ്ങളിലെ ചർച്ചകളിലേക്ക് കടന്നു വരാൻ കഴിയും. അത് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കണ്ണൂരിലും അതോടൊപ്പം തന്നെ കോന്നിയിലും അടൂർ പ്രകാശിനും കെ സുധാകരനും ഒക്കെ സീറ്റ് നിഷേധിക്കുമ്പോൾ പാർട്ടിയിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെ നേരിടും, എങ്ങനെ മെരുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഉദാഹരണത്തിന് കെ സുധാകരൻ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് പൊരുത്തപ്പെടുത്താൻ കഴിയുക, അതോ എങ്ങനെയാണ് ശാന്തനാക്കാൻ കഴിയുക എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. കെ സുധാകരൻ അവിടെ ഒരു വിമതത്വം പ്രഖ്യാപിച്ചാൽ കണ്ണൂരിൽ ഇപ്പോൾ തന്നെ ഈ CPIMന്റെ വിമതത്വം കൊണ്ട് കോൺഗ്രസിന് ഒരു എഡ്ജുള്ള ഘട്ടമാണ്. അവിടെ ആ രാഷ്ട്രീയ മേൽക്കൈ ഇല്ലാതായി പോവുകയും മൊത്തത്തിൽ കോൺഗ്രസിന്റെ പട്ടികയെ ബാധിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി ഈ MP മത്സര സാധ്യത കൽപ്പിക്കപ്പെടുന്ന കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും മെരുക്കുകയാണ്. അല്ല സീത്ത്, ഈ പൊട്ടിത്തെറിക്ക് കുറച്ച് നാളുകൾ ബാക്കിയുണ്ടെന്നൊരു പൊട്ടിത്തെറിച്ചാലും അതിന്റെ ഷോക്ക് ഒന്ന് അതിന്റെ അലയിലുള്ള അടങ്ങാനുള്ള സമയമുണ്ടോ? ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ണൂർ കണ്ടു, ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വന്നിരുന്ന് ആഞ്ഞു പൊട്ടിത്തെറിക്കുകയാണ്. അതൊരു പക്ഷേ ആദ്യം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പുറത്തേക്ക് ഇറങ്ങിയ CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ പൊലിമ പോലും കുറച്ചു എന്ന് വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. അതുപോലെ സുധാകരന് സീറ്റില്ലാത്തതിൽ ആഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതിന്റെ ഷോക്ക് നിയന്ത്രിക്കാനുള്ള സമയമില്ല. ആകെ 10-20 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് തന്നെ ആവില്ലേ ഹൈക്കമാൻഡിന്റെ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം? ശ്രീജിത്ത്, ഹാഷ്മി, ഈ ദിവസങ്ങൾ കുറവായതിന് രണ്ട് തരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഹാഷ്മി സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ തക്ക സമയമില്ല, സാവകാശമില്ല എന്നതാണ്. നോമിനേഷൻ സമർപ്പിക്കലും സ്ക്രൂട്ടണിയും മറ്റും കഴിഞ്ഞ് പ്രചാരണത്തിന് കേവലം 10 ദിവസങ്ങൾ മാത്രമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ലഭിക്കുക. അതിന്നലെ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിൽ നടത്തിയ പ്രതികരണത്തിൽ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കേവലം 10 ദിവസം കൊണ്ട് പരിഹരിച്ചെടുക്കാവുന്ന പ്രശ്നമല്ല ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഉയർത്തുന്ന വെല്ലുവിളി എന്നത് ഒരു വശത്ത്. എന്നാൽ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇനി തീരെ സമയമില്ല, പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ ഈ തീരുമാനത്തോട് പൊരുത്തപ്പെടണം, ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം എന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദവും ഈ വെല്ലുവിളി ഉയർത്തുന്നവർക്ക് മേൽ ഉയർത്താൻ കോൺഗ്രസ് പാർട്ടികളുടെ നേതാക്കൾക്ക് കഴിയും എന്നൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിനകത്തുണ്ട്. എന്നാൽ ഉത്തരം പ്രതികൂലമായാൽ അത് പരിഹരിക്കാനുള്ള സാവകാശമില്ല, സമയമില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുണ്ട്. കോൺഗ്രസിനെ പോലെ ഈ വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളെ കാണുന്നുവെന്ന് പറയുന്നവർക്കിടയിലുണ്ടായ തർക്കം പരിഹരിക്കാൻ നന്നേ പാടുപെടേണ്ടി വരും. മാത്രമല്ല കെ സുധാകരനെ പോലെയുള്ള വലിയ സ്റ്റാൾ വോട്ടുകൾ ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ മറികടക്കും? പ്രത്യേകിച്ചും കണ്ണൂരിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ കെ സുധാകരൻ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ അടൂർ പ്രകാശ് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇനി മറ്റാരെ നിർത്തും, അല്ലെങ്കിൽ ആ ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി ആരെ മത്സരരംഗത്ത് ഇറക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു ചോദ്യം കൂടിയല്ലേ? തീർച്ചയായും കെ സുധാകരനെ മെരുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം കാണുന്ന പോംവഴി എന്ന് പറയുന്നത് കണ്ണൂരിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളിനെ സീറ്റ് നൽകുക എന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി കൂടി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്നത്. പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. അതനുസരിച്ചാണ് സുധാകരൻ ഇന്ന് ഡൽഹിയിലേക്ക് വരാമെന്ന് സമ്മതിച്ചത്. സുധാകരന് മത്സരിക്കാൻ എംപിമാർക്ക് മത്സരിക്കാൻ അനുമതിയില്ല എന്ന പൊതു മാനദണ്ഡ പ്രകാരം
മൂലം സീറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളെ കണ്ണൂരിൽ അണിനിരത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നതാണ് കാണുന്ന പോംവഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.